ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബീൻസ് കുരു വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നതാണ്. തേങ്ങ ഒന്നും യൂസ് ആക്കാതെ എങ്ങനെ നമുക്ക് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി കറി ഉണ്ടാക്കാൻ നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ബീൻസ് കുരു ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടും 2 വിസിൽ വരുന്നത് വരെ വേവിപ്പിക്കാം. ബീൻസ് കുരു പാകത്തിന് വെന്ത് വരുമ്പോഴേക്ക് ഒരു മസാല ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് വാട്ടിയാൽ മതി. ഇത് നമുക്ക് ഗ്രൈൻഡ് ആക്കാനുള്ള മസാലയാണ്. പിന്നെ അതിലോട്ട് തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുങ്ങനെ വാട്ടിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ മല്ലിപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല എടുത്തതാണ്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിൽ യൂസ് ആക്കാം. മസാലസിൻ്റെ പച്ചമണമെല്ലാം പോകുന്നത് വരെ വാട്ടിയെടുക്കുക. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ആറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മസാല എല്ലാം റെഡി ആകുമ്പോഴേക്ക് ഇതാ കുരു വെന്തിട്ടുണ്ട്. ഇനി ഈ മസാല എല്ലാം ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതേ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കുക. ചെറുങ്ങനെ അധികം വേണ്ട, നല്ല ചെറുങ്ങനെ ഒരു തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. കറിയിലേക്ക് വേണ്ടി ഒരു താളിപ്പ് റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് കാച്ചിയെടുക്കുക. കടുക് പിന്നെ കരിയാപ്പല ഇട്ട് കൊടുത്തിട്ട് കാച്ചിയെടുത്താലും മതി. വെളുത്തുള്ളി താളിച്ചത് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം അടിച്ചു വെക്കുക. പിന്നെ ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ച് വെച്ച അതേ ടേസ്റ്റ് ഉണ്ട് ഈ കറിക്കും. നിങ്ങൾ ഇങ്ങനെ കറിയാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി കറിയാണിത്. ചപ്പാത്തിൻ്റെക്കെല്ലാം നല്ല കോമ്പിനേഷനാണ്. കറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ആക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.